ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു മിൽക്കി നട്ട്സ് കേക്കിൻ്റെ വീഡിയോ ആണ്. അതുമാത്രമല്ല ഒരു അടിപൊളി ഡെക്കറേഷനും ഞാൻ ഈ ഒരു വീഡിയോയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അതുമാത്രമല്ല കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നല്ല നല്ല വീഡിയോസുകൾ, ഓരോ കേക്കിൻ്റെ വീഡിയോസും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അതുമാത്രമല്ല നിറയെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഫുള്ള് കണ്ട ശേഷം ലൈക്കും സപ്പോർട്ടും എല്ലാവരും ചെയ്യണേ. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്കാണ്, നല്ലൊരു ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ള് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഐസിങ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ ഡെക്കറേഷന് നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡിൻ്റെ അടിയിൽ ഞാൻ രണ്ട് ഇത് ടിഷ്യൂ പേപ്പറില്ലേ ഒന്ന് നനച്ച ശേഷം വച്ച് കൊടുത്തിരിക്കുകയാണ്, അത് അനങ്ങാതിരിക്കാൻ വേണ്ടി. അതിന് ശേഷം നമ്മൾ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ അതിലേക്ക് ആദ്യം ലെയർ കേക്ക് വെച്ചേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ഹാഫ് kg കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പകുതി വീഴ്ത്തി 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്ത കേക്കാണ്. അതിനുശേഷം 4 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്തിരി പൊക്കം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നിറയെ നട്ട്സ് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ബദാം അണ്ടിപ്പരിപ്പൊക്കെ നിറയെ ഇട്ട് കൊടുക്കും, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തല്ല ചേർക്കുന്നത്, വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിറയെ നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിറയെ നട്ട്സും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർത്ത് നിറയെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് തയ്യാറാക്കുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ 4 ലെയറും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് മിൽക്കി നട്ട്സ് കേക്ക്. അപ്പം ഞാൻ ഇവിടെ ഓരോ ലെയർ വീതം വെച്ച് കൊടുക്കണം. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചെയ്ത് എല്ലാവരും പഠിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ ക്രം കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ കവർ ചെയ്ത് വേണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതായത് എല്ലാ ഭാഗത്തും ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കാർഡ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇതുപോലത്തെ കാർഡൊക്കെ കിട്ടുമ്പോൾ കളയരുത് കേട്ടോ. എല്ലാവരും സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇത്തിരി പൊക്കം കിട്ടിയില്ല. ഈ ഒരു കേക്ക് നമ്മൾ 4 ലെയറിൽ ചെയ്തുകൊണ്ടിട്ട് നല്ല പൊക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ വച്ച ശേഷമാണ് ഫൈനലൈസിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഒന്ന് കൊടുത്ത ശേഷമാണ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാൻ പറ്റും. അതിന് ശേഷം നൈഫ് വെച്ച് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്ന ഈ റൗണ്ട് കേക്ക് ചെയ്യാനാണ് കേട്ടോ. അത്രയും എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും നല്ല സ്പീഡപ്പായിട്ട് ചെയ്യാം കേട്ടോ. ഈ സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ ഇത്തിരി പാടാണ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു കളറ് താഴത്തെ ബോർഡറിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കളർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൻ്റെ ഇതൊരു പർപ്പിൾ കളറെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പേര് അത്ര ഒരു വശമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വൈറ്റ് ക്രീം എടുക്കുക, വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് കുറച്ച് യെല്ലോ കളറും കുറച്ച് ബ്ലൂ കളറും പിന്നെ പിങ്ക് കളറും കൂടി ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതുപോലത്തെ ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും കേട്ടോ. ആ ഒരു കേക്കിന് ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ മാറി നല്ലൊരു ഫിനിഷായിട്ട് നമുക്ക് ആ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്രഷ് ഒന്ന് ഉപയോഗിച്ച ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്രയും നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ കളർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് കസ്റ്റമർ പറഞ്ഞത് താഴെ ഇതുപോലെ ബോർഡർ ചെയ്തിട്ട് മുകളിൽ പിങ്ക് കളറിൽ ഫ്ലവർ കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഞാൻ ഇങ്ങനെ പിങ്ക് കളറിൽ ഫ്ലവറൊക്കെ കൊടുത്തായിരുന്നു. ഇത് ആദ്യം ഗ്രീൻ കളറിൽ ലീവ് കുറച്ച് ചെറുതായിട്ട് നമ്മൾ കൂടുതൽ കളറൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് ലീഫ് പോലെ ചെയ്തിട്ട്
നമ്മൾ പിങ്ക് കളറിലുള്ള കേക്കാണ് ചെയ്തത്. പക്ഷേ അത് ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ബോർഡറിലുള്ള ഒരു കളറും ആ ഒരു ടോപ്പിലിരിക്കുന്ന കളറും വ്യത്യാസം വന്നതുകൊണ്ട് പിന്നെ അതെനിക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലാണ് നമ്മൾ ആ ഫ്ലവർ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ നല്ല ചെറുതായിട്ടൊന്ന് അത് ലീവ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫ്ലവർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ നോസിലുണ്ടല്ലോ, നമ്മൾ റോസ പൂവൊക്കെ ചെയ്യണ ആ ഒരു ഫ്ലവർ നോസിലെടുക്കുക. നമ്മൾ സാധാരണ ഇത് ക്രീമിൽ ചെയ്യണതല്ല, നമ്മളിങ്ങനെ ഇത് നമ്മൾ നെയിലിൽ വെച്ച് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അതെനിക്ക് വിട്ടുപോയിട്ടോ ആ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി. ഇതുപോലെ ചരിഞ്ഞിരിക്കുന്നതാണ്. അതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റോസ് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഭാഗത്തൊന്ന് നമ്മൾ കാണിച്ചു തരാം. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ആക്കിയ ശേഷം ഈ ഒരു ഭാഗവും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് റോസ് പൂവിരിക്കുന്ന പോലെ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പം ഈ ഒരു ഫ്ലവർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് മൊത്തം ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ അതിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കും അത് തോന്നി കേട്ടോ. ഈ ഒരു കളറും ആ ഒരു കളറും കൂടി നല്ലതായിട്ട് യോജിക്കില്ല. പിന്നെ ഞാൻ അതിൽ ഗ്രീൻ കളർ വെച്ച് ലീഫൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരിതിൽ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഫുള്ള് നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. ഇതുപോലെയാണ് ഞാൻ കേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് അത്ര ഇതായിരുന്നു ഈ ഒരു റോസ് ഫ്ലവർ കൊണ്ടുള്ള ചെയ്തത്. പിന്നെ ഇതിനെ ഞാൻ ഒന്ന് മാറ്റിയ ശേഷം ആ ഒരു ഫ്ലവർ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ബാക്കിയൊന്നും മാറ്റിയില്ല, ആ ഫ്ലവർ മാത്രം ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമ്മളവിടെ ആ ഒരു കളർ തന്നെ ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കളറിൽ ഏതാണ് കളർ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ പേരെഴുതി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സും ഒക്കെ ഇട്ട് കൊടുത്താണ് നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ലവറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു പിങ്ക് കളറാണോ അല്ലെങ്കിൽ ഈ ഒരു കളറാണോ എന്ന് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാണ് 2 പേർക്ക് ഈ ഒരു ഫുൾ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ 2 പേർക്ക് ഐസിങ് സ്റ്റാൻഡാണ് കൊടുക്കുന്നത്. 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.